ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ. കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് 2025 മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വിമാനാകൃതിയിൽ പ്രവേശന കവാടം, കാശ്മീർ താഴ്വാരം, അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ്, കൊളംബസ്, ജയന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും. പ്രവേശനം വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. തൃത്താല ഉപജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിക്കുന്ന ആത്മപ്രപഞ്ചനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച നടക്കും. തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വട്ടേനാട് GLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ U വിജയകൃഷ്ണൻ അധ്യക്ഷനാകും. തൃത്താല AEO K പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങും. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ VP റഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ പുസ്തക പരിചയം നടത്തും. തൃത്താലയിലെ വിരമിച്ച പ്രധാനാധ്യാപകരുടെ അനുഭവ കുറിപ്പുകളാണ് ആത്മപ്രപഞ്ചനം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 5 മുതൽ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി തൃത്താല ഉപജില്ലയിൽ പ്രവർത്തിച്ചുവരുന്ന വിരമിച്ച പ്രധാനാധ്യാപകരുടെ സംഘടനയാണ് RHMFT. അക്ഷരജാലകം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ എഡിറ്റർ P രാധാകൃഷ്ണൻ, RHMFT അംഗങ്ങളായ U വിജയകൃഷ്ണൻ, PP നന്ദൻ, P ബീനാകുമാരി, CK ലീലാവതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മയായ RHMFT ഒരു പുസ്തകം പ്രകാശനം നടത്തുന്നുണ്ട്. 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ നിന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. RHMFT എന്ന് പറഞ്ഞാൽ തൃത്താല സബ് ജില്ലയിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകർ. അത് പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ എല്ലാവരുടെയും പ്രധാനാധ്യാപകർ എന്നുള്ള വിരമിച്ച പ്രധാനാധ്യാപകർ എന്ന് മാത്രമുള്ള ഒരു കൂട്ടായ്മയിലാണ് ഈ കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിരമിച്ച ശേഷം വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം സ്വയം ഒരു സംതൃപ്തിയും സന്തോഷവും നൽകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ RHMFTയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതില് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഒന്നുകൂടിയും കടന്ന് ആലോചിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ പുതിയ യുഗത്തില് വീട്ടില് മക്കളൊക്കെ പല സ്ഥലത്തും ജോലിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും മാത്രം വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഇരിക്കുക എന്നുള്ള, തന്നെ ജീവിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയിൽ ഒരു സമൂഹം തന്നെ, പ്രധാന അധ്യാപകരുടെ ഒരു കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കുറച്ച് വീടുകൾ പണിത് തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സംരംഭം കൂടി ആരംഭിക്കുക എന്നുള്ള കുറച്ചുകൂടി കൂടി ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം പലപ്പോഴും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകര് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലെ വയ്യാതിരിക്കുന്ന, പ്രായം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന പ്രധാന അധ്യാപകരെ ഈ കൂട്ടായ്മ പോയിട്ട് നേരിട്ട് കണ്ട് അവരുമായിട്ടൊരു അരമണിക്കൂറിൽ നിന്ന് സംസാരിച്ചാൽ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം, അത് ഈ കൂട്ടായ്മ RHMFT ഏറ്റെടുക്കുകയാണ്. അവിടെ ചെന്ന് വർത്താനം പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം കണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അതേപോലെ തന്നെ യാത്രകള്, ഓരോ യാത്രകൾ പോകുമ്പോൾ 1 ഡേ ടൂർ ആയാലും 2 ഡേ ടൂർ ആയാലും ഒക്കെ പോകുന്ന സമയത്ത് ആ യാത്രയിൽ പങ്കെടുത്ത ആൾക്കാരുടെ ആ സന്തോഷം കാണുമ്പോൾ ഈ കൂട്ടായ്മ കൂടുതൽ ഊർജം നേടിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല. അങ്ങനെ 2023 സെപ്റ്റംബർ 5 അധ്യാപക ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു RHMFT രൂപീകരിക്കുക എന്നുള്ള ഒരു തോന്നലുണ്ടായതും അതിനുശേഷം തുടർച്ചയായി എല്ലാ പ്രാവശ്യവും എല്ലാ വർഷങ്ങളിലും യാത്രകൾ പോവുകയും അതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട്
ഈ RHMFT പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തോന്നിയ ഒരു കാര്യമാണ് അവരുടെ അധ്യാപക ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, എന്നും ഓർമ്മിക്കെടുക്കാവുന്ന, അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുന്ന, അവർക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് ഒരു പുസ്തക രൂപേണ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഊർജ്ജസ്വലരായ അധ്യാപകർ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ഒരു ഊർജ്ജസ്വലതയും മനുഷ്യ വിഭവശേഷിയും ഉപയോഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘം രൂപീകരിക്കാൻ ശ്രമം നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു വിരമിച്ച പ്രധാന അധ്യാപക കൂട്ടായ്മ RHMFT എന്നാണ് ഇതിൻ്റെ ഒരു, ഞങ്ങൾ അന്ന് വിളിച്ചൊരു പേര്, രൂപപ്പെടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നു, കലാപരിപാടികൾ നടത്തുന്നു. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഏകദിന യാത്രകൾ, ഇപ്പോൾ ഏകദേശം നിലമ്പൂർ, വാഗമൺ, വയനാട്, സൈലന്റ് വാലി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അത് ഒന്നിച്ച്, കാരണം വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അടുത്ത നിങ്ങൾ കടമക്കുടി പോകുന്നുണ്ട്. പിന്നെ ഈ ഒക്ടോബർ 2 ഞങ്ങൾ സബർമതി ആശ്രമം സന്ദർശിക്കുകയാണ്. കാരണം അധ്യാപന ജീവിതത്തിനിടയ്ക്ക് ഗാന്ധിജിയെക്കുറിച്ചും സബർമതിയെക്കുറിച്ചൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ പോയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമാണ്. അപ്പം അങ്ങനെയുള്ള നേരത്തെ കൂട്ടിയ പറ്റാത്ത പല കാര്യങ്ങളും മറികടക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിത് ഉപയോഗപ്പെടുത്തുകയാണ്. ഒക്ടോബർ 2 ഞങ്ങൾ സബർമതിയിലാണ് ഈ കൂട്ടായ്മ. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞു, പ്രായമായ ആളുകളെ അവിടെ പോയി സന്ദർശിക്കുക, ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളെ. പിന്നെ ഓരോ അധ്യാപകരും തങ്ങളുടെ പ്രദേശത്തുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2025 തുടക്കത്തിലാണ് ഞങ്ങളൊരു കുറെ കൂടി ചിട്ടയായ ഒരു ആശയം മുന്നോട്ട് വെച്ച്. അപ്പോൾ ഇനി ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ ഡോക്ടർ KP സയ്യിദ് മുഹമ്മദ് സലീം, ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും. കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ, കഷായ മരുന്നുകൾ, പെട്ടിമരുന്നുകൾ, യുനാനി പാറ്റന്റ് മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ്, താളി റോഡ്, ആറങ്ങോട്ടുകര. ഫോൺ 9846782898.